അതിന് പുറകിൽ നടക്കുന്ന മാനസിക വ്യവഹാരമാണല്ലോ നീ ഉദ്ദേശിച്ചത്. അതിങ്ങനെയാണ് എന്താ വാക്ക് മാനസിക വ്യവഹാരം. കോംപ്ലിക്കേറ്റഡ് ഒരു ക്യാരക്ടർ ആയിരുന്നു. അതിനെ കൺസീവ് ചെയ്തൊരു രീതി എങ്ങനെയായിരുന്നു ചേട്ടൻ? ആ ഒരു ക്യാരക്ടറിന്റെ കോംപ്ലിക്കേഷനെ നിങ്ങൾ പുറമേന്ന് കാണുമ്പോൾ ഇത്രയും ടോട്ടൽ മൂവി കാണുമ്പോൾ കോംപ്ലിക്കേഷൻ ആണ്. എന്നെ സംബന്ധിച്ച് എന്റെ ക്യാരക്ടറിന് കോംപ്ലിക്കേഷൻ ഇല്ലല്ലോ. എനിക്ക് ആകെപ്പാടെ ഒരു ഈ പറയുന്ന എല്ലാ സീനുകളിലും എന്റെ ഉള്ളിൽ കടന്നു പോകുന്ന ഒരു കുറ്റബോധത്തിന്റെ ലെയർ ഉണ്ട്. ആ ലെയർ ഇപ്പൊ നിങ്ങൾ തുടക്കം തൊട്ട് നോക്കുവാണെങ്കിൽ കാണാൻ പറ്റും. ഇവളെ കല്യാണം കഴിക്കുമ്പോഴും ഇവളുടെ വീട്ടുകാർ സംസാരിക്കുമ്പോഴും ഒക്കെ ഇയാൾ നിൽക്കുന്നതും അതിനുശേഷം ഇവളെ കയറി പിടിക്കാൻ വേണ്ടി ചെയ്യുന്ന സമയത്തും അപ്പൊ അങ്ങനെ ഒരു എന്താണ് ഇയാളുടെ അമ്മ എന്താണോ ഇയാളെ പഠിപ്പിച്ചത് ചെറുപ്പം തൊട്ട് ഒരു മെയിൽ ഡോമിനൻസ് എന്ന് പറയുന്ന ഒരു സാധനം അമ്മ എപ്പോഴും പറയുന്നുണ്ട്. അപ്പന്റെ വാച്ചാണ് അവന് ഭയങ്കര ഇതാണ്, മനസ്സിലായോ? അപ്പനെ അങ്ങനെ ഒരു പ്ലേസിലാണ് നിർത്തിക്കുന്നത്. അപ്പം ആണുങ്ങൾക്ക് അത്ര ഒരു പവർ കൊടുക്കുന്ന ഒരു ഫാമിലിയാണ് അവരുടേത്. അപ്പൊ അങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് വരുമ്പോൾ ഇയാൾ ചെയ്യേണ്ട രീതിയിൽ ചെയ്യുന്നു. പിന്നെ അമ്മ ഇത് മറച്ചു വെച്ചിട്ടാണ് അവളെ കല്യാണത്തിന് കൺവിൻസ് ചെയ്യിക്കുന്നതെന്ന് പറയുമ്പോൾ പിന്നീട് അങ്ങോട്ടുണ്ടാകുന്ന കുറ്റബോധം. മരണസമയത്ത് വരെ അയാൾ സോറി പറയാനാണ് ശ്രമിക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് ഞാൻ അതിനെ കൺസീവ് ചെയ്യുന്നത്. നിങ്ങൾ കൺസീവ് ചെയ്യുമ്പോഴാണ് ഓക്കെ ഇവിടുന്ന് ഇങ്ങനെ വരുന്നു, അവിടുന്ന് ഇങ്ങനെ കണക്ഷൻ വരുന്നു, അപ്പൊ ഇതാണ് ഇതിന് കാരണം. അപ്പൊ 5 ഒരേ സമയത്ത് കുറ്റക്കാരിയും നല്ലവളും ആവുന്നു. അപ്പൊ ഇതിനകത്ത് ഈ ഒരു സാധനം കോംപ്ലിക്കേഷൻ അതാ. ഞാൻ ഇങ്ങനെയാണ് കൺസീവ് ചെയ്യുന്നത്. ഈ സാധനങ്ങളാണ് മെയിൻ ആയിട്ട്. പിന്നെ ബാക്കിയൊക്കെ എന്ന് പറഞ്ഞാൽ അസുഖം വരുമ്പോഴുള്ള പെർഫോമൻസ്, പിന്നെ അതാണ് കൂടുതലും അല്ലെ, അതാണ് കൂടുതൽ വീഴുമ്പോൾ ഉള്ള ഇത്. അപ്പൊ അതൊക്കെ സ്പോണ്ടേനിയസ് ആയിട്ട് ചെയ്യുന്നത്. അതിന് പുറകിൽ നടക്കുന്ന മാനസിക വ്യവഹാരമാണല്ലോ നീ ഉദ്ദേശിച്ചത്. അതിങ്ങനെയാണ് എന്താ വാക്ക് മാനസിക വ്യവഹാരം.